ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ഹാപ്പി ബർത്ത്ഡേ ദുൽഖർ. ദുൽഖറിൻ്റെ പിറന്നാൾ ദിനത്തിൽ അതിഗംഭീരമായിട്ടുള്ള ഓരോ അപ്ഡേറ്റുകൾ തന്നെ പുറത്തു വരുന്നു. ആദ്യം ലോകയുടെയാണ് വന്നെങ്കിൽ രണ്ടാമതിപ്പോൾ കാന്തയുടെ ടീസറാണ്. കാന്തയുടെ ടീസർ കാണുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട്. ഒരു ഒന്നൊന്നര സംഭവമായിട്ട് തന്നെയാണ് അത്. ടീസറിനെ കുറിച്ചല്ല പറയുന്നത്, അതിന് മുകളിൽ നിൽക്കുന്നത് ദുൽഖറിൻ്റെ പ്രകടനം തന്നെയാണ്. ഇരുത്തം വന്ന നടൻ്റെ ഭാവങ്ങൾ നമുക്കതിനകത്തിൽ കാണാൻ കഴിയുന്നു. അവിടെ ഒരു ചോദ്യം വരികയാണ്, ഇങ്ങേരെ എന്തുകൊണ്ട് മലയാളത്തിൽ ഇങ്ങേരെത്തുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങേരെ എന്തുകൊണ്ട് മലയാളത്തിൽ അത്ര കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. തമിഴിൽ ചെന്ന് ഒരു മികച്ച രീതിയിൽ പല സീനുകളും കാണുമ്പോൾ ഫ്ലെക്സിബിലിറ്റിയുടെ പര്യായം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വളരെ കുറച്ച് സിനിമകൾ അഭിനയിച്ചിരിക്കുന്ന ഒരു നടൻ തന്നെയാണ് ദുൽഖർ. നമുക്കറിയാം, മലയാളത്തിലാണെങ്കിലും തമിഴിലാണെങ്കിലും തെലുങ്കിലും ഹിന്ദിയിലാണെങ്കിലും എല്ലായിടത്തും നല്ല ലെവലിൽ ആരാധകരുള്ള നടൻ തന്നെയാണ്. പക്ഷേ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്കറിയുകയും ചെയ്യാം. സമീപകാലത്ത് വന്ന ചിത്രങ്ങളെല്ലാം തന്നെ മികച്ചതാണ്. കേരളത്തിന് പുറത്ത് ഇറങ്ങിയിരിക്കുന്നതിന് പ്രത്യേകിച്ച് പ്രശംസകളും ഏറ്റുവാങ്ങിയിട്ടുള്ള ചിത്രങ്ങൾ തന്നെയാണ്. ഇവിടെ ഒരു കാര്യം നമുക്ക് ഉറപ്പാക്കുകയാണ്, അന്യായ രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഈ ഒരു സിനിമയിൽ. എന്തുകൊണ്ട് റാണ ദഗ്പതി ഈ ഒരു സിനിമയിൽ ദുൽഖർ വേണമെന്ന് വാശി പിടിച്ചു, അല്ലെങ്കിൽ ദുൽഖർ ഇല്ലെങ്കിൽ ഈ സിനിമ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു എന്നുണ്ടെങ്കിൽ ആ ഒരു ടീസർ കാണുമ്പോൾ നമുക്കതിനുള്ള ഉത്തരം തന്നെ കിട്ടുന്നുണ്ട്. അതായത് ഒരു ക്ലാസിക് സിനിമ, അതായത് നമ്മളിതൊരു നമ്മൾ കരുതിയിരുന്നത് ഒരു ബയോപിക് പോലെയുള്ള ചിത്രം എന്നുള്ളത് തന്നെയായിരുന്നു. തമിഴിലെ ആദ്യകാല സൂപ്പർ താരത്തിൻ്റെ ചിത്രം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതവും പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ, അല്ലെങ്കിൽ ജയിലിലാകുന്ന കാര്യങ്ങളുമൊക്കെയുള്ള കഥയായിരുന്നു നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ, ഇവിടെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസിലൂടെ തന്നെയാണ് ദുൽഖർ എത്തിയിരിക്കുന്നതെന്ന് തന്നെ പറയാം. ഈ ഒരു ടീസർ വെച്ചിട്ട് മാത്രമാണ് വിലയിരുത്തുന്നത്. സിനിമ വരുമ്പോൾ നമുക്ക് ബാക്കി കാണാവുന്നതാണ്. എന്തായാലും ആ ടീസറിൽ തന്നെ ഇത്രത്തോളം തൃപ്തി നൽകുന്നെങ്കിൽ അത് അങ്ങോട്ട് നല്ല ഒരു കിടുക്കൻ സിനിമ തന്നെയായിരിക്കും. അതായത് ഒരു ക്ലാസിക് സിനിമയുടെ ഗണത്തിലേക്ക് വരുന്നു, ഒരുപക്ഷെ ഒരു മിസ്റ്ററി ത്രില്ലർ ഗണത്തിലേക്ക് വരും എന്നുള്ള ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. അതൊക്കെ നമുക്ക് കാത്തിരിക്കാം, സിനിമ വരട്ടെ. എന്തായാലും ഈ ഒരു 1.5-2 മിനിറ്റിന് താഴെയുള്ള ടീസറിൽ നിന്ന് ലഭിച്ചത് മികച്ച ഒരു തോന്നൽ തന്നെയാണ്. നല്ല പ്രകടനത്തിൻ്റെ ആ ഒരു കാഴ്ച, അല്ലെങ്കിൽ പ്രകടനം കാഴ്ചവെക്കുന്നു എന്നുള്ളൊരു തോന്നൽ തന്നെയാണ്. നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ഇങ്ങനെ ഒരു തോന്നലുണ്ടായത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ളതൊന്ന് കമൻസിലൂടെ ഒന്ന് പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്.